നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ദിവസം നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്കും ഭാവിയിൽ പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ബഹുഭൂരിഭാഗം ആൾക്കാർക്കും അത്ര പരിചിതമല്ലാത്ത ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളിൽ മാത്രം വരുന്ന പ്രസി റൈറ്റിംഗ്. എന്താണ് ഈ പ്രസി റൈറ്റിംഗ് എന്നുള്ളത്? അവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ നല്ലൊരു പ്രസി എഴുതാൻ സാധിക്കും, എങ്ങനെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം, എന്താണ് അതിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ആ നല്ലൊരു പ്രസി എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള റൂളുകൾ എന്തൊക്കെ, അങ്ങനെയുള്ള ചില ടിപ്പുകൾ തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. കാരണം വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില റൂളുകൾ, പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പ്രസി എഴുതാൻ വളരെ ചെറിയൊരു എഫേർട്ട് കൊണ്ട് തന്നെ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് തിയറികളൊന്നുമില്ല, വളരെ ചെറിയ ചില ടിപ്പുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, പിന്നെ പ്രാക്ടീസും. അപ്പോൾ എന്താണ് ഒരു പ്രസി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ല പ്രസി എഴുതേണ്ടത്, എന്തൊക്കെയാണ് അതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഒരു പ്രസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ സംഗ്രഹം എന്ന് പറയും. നിങ്ങൾ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ടാവും 3 സംഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട്. അതേ സാധനം തന്നെയാണ് പ്രസി എന്ന് പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രസി എന്നാൽ സംഗ്രഹം, ഒരു തീമാണ്. മെയിനായിട്ടുള്ള തീം എന്താണ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചുരുക്കി എഴുതുന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1/3 ചുരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇപ്പോൾ ഒരു 60 വേർഡിൻ്റെ ഒരു പാസേജ് ആണെങ്കിൽ നമ്മളത് ചുരുക്കേണ്ടത് എത്രയായിട്ടാണ്? മാക്സിമം 20 വേർഡ്സിൽ ഒതുക്കുക, 20ൽ കവിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഒരു പ്രസി എന്നതിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രസിയിലേക്ക് നമ്മൾ എത്തേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു പ്രസി എഴുതുന്നതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. പ്രസി എന്നാൽ ഒമിഷൻ അല്ല. 60 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ 60ൽ നിന്നും ബാക്കി 40 ഒമിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം ഈ 60ൽ നിന്ന് നമ്മൾ രത്ന ചുരുക്കം എടുത്ത് റീമോഡൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്രസി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒമിഷൻ അല്ല, റീമോഡലിംഗ് ആണ് എന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളുക. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ആൻസേഴ്സ് ആ രീതിയിൽ തന്നെ വരും. ഇത്ര നാളും പലരും എഴുതിയിട്ടുണ്ടാകുന്ന പ്രസി എന്ന് പറയുന്നത് വായിക്കുക, വായിച്ചിട്ട് കുറേ സെൻറ്റൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, അത് അതേപടി കോപ്പി ചെയ്യുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് വലിയ മണ്ടത്തരമാണ്. അതിനി ആവർത്തിക്കരുത്. അങ്ങനെ കുറേ ഒമിറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിനെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതല്ല ഒരു പ്രസി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്മളുടെ സ്വന്തം വേർഡ്സിൽ റീമോഡൽ ചെയ്തെടുത്ത ഒരു നല്ല സംഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. റീമോഡലിംഗ് എന്ന വാക്ക് മറക്കാതിരിക്കുക. ഇനി നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. നിങ്ങൾ പ്രസി റൈറ്റ് ചെയ്യാൻ ആ പാസേജ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? പലരും ചെയ്യാറുള്ളത് വെറുതെ ഒന്ന് ഓടിച്ച് വായിക്കും, ഒരു ഏകദേശ ധാരണ എടുക്കും, അല്ലെങ്കിൽ ചില സെൻറ്റൻസുകൾ ഒഴിവാക്കും, പെട്ടെന്ന് തട്ടിക്കൂട്ടി കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. അതാണ് പലരും ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതിനി ആവർത്തിക്കരുത്. അങ്ങനെ വേഗമായിട്ടുള്ളൊരു വായന അല്ല നമുക്ക് വേണ്ടത്. ആദ്യത്തെ റീഡിങ് പക്ഷേ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം, ഒരുപാട് സ്ലോ ആവരുത്. നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തവണയല്ല, ഒരു 2-3 ആവർത്തിയെങ്കിലും വായിക്കേണ്ടി വരും. അതിൽ ആദ്യത്തെ വായന എന്ന് പറയുന്നത് ഒരുപാട് വേഗത്തിൽ പോകരുത്, പക്ഷേ ഒട്ടും സ്ലോയോ ആവരുത്. ജസ്റ്റ് ആ ഒരു മെയിൻ തീം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിച്ചു പോവുക. പക്ഷേ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റീഡിങ് എന്നുള്ള സ്റ്റേജിൽ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ചിന്ത വേറെ ഒരു കാര്യങ്ങളിലേക്കും പോകരുത്, അവിടെ മാത്രം ഫോക്കസ് ചെയ്യുക. ആ പാസേജ് മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ. ആ വായിക്കുന്നതിൽ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സമയം വീണ്ടും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രസി എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി തന്നെ വേണം അത് വായിക്കാൻ. അപ്പോൾ ആദ്യത്തെ വായനയിൽ നമുക്കതിൽ നിന്നും തീം കിട്ടണം. ആ തീമിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയും കിട്ടണം. എന്താണത്? ടൈറ്റിൽ. അപ്പോൾ ഈ റീഡിങ്ങിൽ ആദ്യത്തെ റീഡിങ്ങിൽ തീം ലഭിക്കണം. ആ തീമിൽ നിന്നും നമുക്കൊരു ടൈറ്റിൽ ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ റീഡിങ് നടത്തുക. ഏകദേശം ഒരു ധാരണ, എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ, ഓഥർ എന്താണ് പറയുന്നത്, അതിൻ്റെ തീം എന്താണ്, ആ തീമിൽ നിന്ന് നല്ലൊരു ടൈറ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. മിക്കപ്പോഴും ഒരു കീ സെൻറ്റൻസ് അതിലുണ്ടാവും. ആ കീ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് വേണ്ട തീമും ടൈറ്റിലും ലഭിക്കും. ആ കീ സെൻറ്റൻസ് കണ്ടെത്തുക. ആ കീ സെൻറ്റൻസ് ഇല്ലാത്ത പാസേജുകളും വരാം. അപ്പോൾ നമ്മൾ തീമിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ആ കീ സെൻറ്റൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു, നല്ലൊരു ടൈറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും.
ഇനി ഫർദർ റീഡിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കുറച്ച് സ്ലോ ആവണം, ഒരുപാട് ഫാസ്റ്റ് ആവാൻ പാടില്ല. സ്ലോ റീഡിങ് ആവണം, പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് കണ്ടെത്തണം. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മൾ ഒമിഷൻ അല്ല നടത്തേണ്ടത്, അതിൽ വേണ്ടപ്പെട്ടതെല്ലാം. പിന്നെ പലതും ചെയ്യാറുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ആൻസർ എഴുതും എന്നുള്ളതാണ്. അതും മറ്റൊരു മിസ്റ്റേക്കാണ്. അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ റീഡിംഗ് എന്നുള്ള സ്റ്റേജിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ റീഡിങ് ഒരുപാട് സ്ലോ ആക്കരുത്, ഒരുപാട് ഫാസ്റ്റ് ആക്കരുത്. അതിൽ നിന്ന് നമുക്ക് തീം ലഭിച്ചിട്ടുണ്ടാവണം, ആ തീമിൽ നിന്നൊരു ടൈറ്റിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ആ കീ സെൻറ്റൻസിൻ്റെ കാര്യം ഒന്ന് ഓർത്തോളുക. പലപ്പോഴും അതിൻ്റെ ഇൻട്രൊഡക്ഷനിലോ അല്ലെ കൺക്ലൂഷൻ ഭാഗത്തോ ആ കീ സെൻറ്റൻസ് നമുക്ക് ലഭിക്കും. മിക്ക സെൻറ്റൻസുകളിലും പാസേജുകളിലും ഉണ്ടാവാറുണ്ട്. രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? ഫർദർ റീഡിങ് 2 തവണ വായിക്കും, 3 തവണ വായിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം പറയാൻ ഒരുപാട് സമയം കുറവല്ലേ, ഇങ്ങനെ ഒരുപാട് തവണ വായിച്ചാൽ പ്രശ്നമാവില്ലേ? ഒരുപാട് തവണ വായിച്ചെങ്കിൽ മാത്രമേ, ഒരുപാടെന്നല്ല ഉദ്ദേശിക്കുന്നത്, 2ഓ 3ഓ ആവർത്തി വായിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വേണ്ടത് നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അത് കൃത്യമായി നമുക്ക് ചുരുക്കി നമ്മളുടേതായ ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന തട്ടിക്കൂട്ട് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, മാർക്ക് ലഭിക്കില്ല. അപ്പോൾ സമയം ലാഭിക്കാനായി തട്ടിക്കൂട്ടാൻ പോകരുത് എന്ന് ചുരുക്കം. ഇത് കുറേ തവണ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സമയമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അപ്പം 2ഓ 3ഓ ആവർത്തി വായിക്കുക, അത് നല്ല സ്ലോ ആയിട്ട് ഡീറ്റെയിൽ ലഭിക്കണം. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. അതും ഇതും കണക്റ്റഡ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. എന്താണ്? റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കലാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് ഈ റഫ് ഡ്രാഫ്റ്റിൻ്റെ പ്രത്യേകത? എന്തിനാണ് ഈ റഫ് തയ്യാറാക്കുന്നത്? അപ്പോഴും നിങ്ങൾക്ക് മുമ്പ് ചോദിച്ച അതേ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. നമുക്ക് ആകെ ആൻസർ എഴുതാൻ ഒരിത്തിരി സമയമല്ലേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും റഫ് തയ്യാറാക്കി, ആദ്യം 2-3 വട്ടം വായിക്കാൻ പറഞ്ഞു, വീണ്ടും റഫ് തയ്യാറാക്കാൻ പറഞ്ഞു. റഫ് എഴുതാനൊക്കെ പോകുന്ന സമയത്ത് അങ്ങ് പേര് എഴുതിക്കൂടെ? ഞാൻ കുറേ ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ എഴുതിയിട്ടുള്ള അനുഭവത്തിൽ പറയുകയാണ്, തീർച്ചയായിട്ടും റഫ് എഴുതുന്നത്, അത് എസ്ഐക്ക് ആയിക്കോട്ടെ പ്രസിക്കായിക്കോട്ടെ, ഏത് ഡിസ്ക്രിപ്റ്റീവ് ആൻസറിനും റഫ് എഴുതുന്നത് ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ്. വളരെ നല്ല കാച്ചി കുറുക്കിയ പെർഫെക്റ്റ് ആൻസർ നൽകാൻ അവിടെ നിങ്ങൾക്ക് സാധിക്കും. അതേസമയം റഫ് എഴുതാതിരുന്നാലും പറ്റും, നിങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് എഴുതുക. ആലോചിക്കുമ്പോൾ കുറേ നേരം അവിടെയും സമയം പോകും. ഒരെണ്ണം എഴുതി പിന്നെ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ നല്ല ആൻസറും ആവില്ല. അതേസമയം നിങ്ങൾ റഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പിന്നെ ചിന്തിക്കണ്ട. നിങ്ങൾ റഫ് എഴുതുന്ന സമയത്ത് ചിന്തിച്ച് കഴിഞ്ഞു, ഇനി അതെടുത്തൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി, അത് ഒന്ന് വൃത്തിയായി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ റഫ് എഴുതുന്നത് വളരെ നല്ല സ്ട്രാറ്റജിയാണ്. അത് ഇത് മാത്രമല്ല എസ്ഐക്കും നിങ്ങൾ ഓർത്തോളാം. അപ്പോൾ റഫ് ഡ്രാഫ്റ്റിൽ എന്തൊക്കെ വരണം, എങ്ങനെയാണ് റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കേണ്ടത്? മുമ്പ് പറഞ്ഞ പോലെ ഇവിടെയാണ് മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതായത് യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടെ സ്വന്തം വേർഡ്സിലായിരിക്കണം. അത് ഞാൻ പറഞ്ഞത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ അണ്ടർലൈൻ ചെയ്ത് വെക്കല്ല ചെയ്യേണ്ടത്. അതായത് നിങ്ങളെപ്പോഴും എഴുതണം. പലരും തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അതിൽ നിന്നും ആൻസർ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യരുത്. അതിൽ നിന്ന് നമുക്ക് വേണ്ട പോയിൻറ്റ്സ് സെപ്പറേറ്റ് എഴുതുക. നിങ്ങൾ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ക്രക്സ് മാത്രം എടുത്ത് എഴുതുക. എന്നിട്ട് അതിനെ ചേർത്തിട്ട് ആണ് പ്രൊസീജർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതൊരു പാച്ച് വർക്കായി തോന്നില്ല. അതേസമയം നിങ്ങൾ അതിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് അത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു പാച്ച് വർക്ക് പോലെ ഇരിക്കും. പാച്ച് വർക്ക് ആവരുത്, ഒരു പെർഫെക്റ്റ് ജിസ്റ്റ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, പെർഫെക്റ്റ് ഒരു സമ്മറി ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ അതിനാണ് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം അതിലേക്ക് എഴുതാൻ പറയുന്നത്. അതായത് പോയിന്റുകൾ മാത്രമേ റഫിൽ എഴുതാൻ പാടുള്ളൂ, സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ നിൽക്കേണ്ട, പ്രധാനപ്പെട്ട പോയിന്റുകൾ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ റഫ് വർക്ക് എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഹോൾ ആയിരിക്കണം. ഇത് തമ്മിൽ ഒരു കണക്ഷൻ, ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രൊസീഡയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതാവണം, നിങ്ങളുടെ സ്വന്തം വാക്കുകളിലായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതുമായി ബന്ധമില്ലാത്ത, അതാ നമ്മൾ എന്താ പറയുക, ഒമിഷൻ ചെയ്താൽ ഉണ്ടാകുന്ന കാര്യം അതാണ്. ഒന്നും തമ്മിലൊരു ബന്ധം തോന്നില്ല. അതേസമയം നിങ്ങളിതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എടുത്ത് എഴുതുമ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ, റീമോഡൽ ചെയ്യുമ്പോൾ അതെല്ലാം തമ്മിലൊരു കണക്ഷൻ നിങ്ങൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി വരും. അതാണ് ഒരു നല്ല പ്രൊസീഡർ പ്രത്യേകത. ഒരു ഓർഗാനിക് കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ശരീരത്തിന് എന്തൊക്കെയുണ്ട്, തലയും കാലും കൈയും ഒക്കെ ഇല്ലേ, ഉടലും ഒക്കെ ഇല്ലേ എന്ന് പറയുന്ന പോലെ ഈ പ്രസിക്കും നല്ല ഒരു ഓർഗാനിക് സ്ട്രക്ചർ ഉണ്ടാവും. തുടക്കം, പ്രധാനപ്പെട്ട ഭാഗം, മധ്യഭാഗം, പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ അതുപോലെ ഒരു ഓർഗാനിക് കണക്ഷൻ വരും. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കണം,
then it should be complete and self-contained. വായിച്ചാൽ ആ സമ്മറി നമ്മൾ എന്ത് ആണോ ഉദ്ദേശിക്കുന്നത്, പ്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ വലിയ പാസേജിൻ്റെ ഒരു സമ്മറി, രത്ന ചുരുക്കം നമുക്കിത് വായിച്ചാൽ കിട്ടണം. പകുതി വെച്ച് നിർത്തരുത്. പലപ്പോഴും പ്രസ് എഴുതുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ആ ഒമിഷൻ രീതിയിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ കുറേ അണ്ടർലൈൻ ചെയ്ത് വെക്കും, അതെടുത്ത് എഴുതി വരുമ്പോൾ ലാസ്റ്റിൽ സ്ഥലം തികയില്ല, അവർ തന്നിട്ടുള്ള സ്ഥലം കഴിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വെച്ചങ്ങ് നിർത്തും, ലാസ്റ്റിൽ കൺക്ലൂഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് കംപ്ലീറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. ഇനിയും അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ ഒമിഷൻ തന്നെയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ഒമിഷൻ അല്ല തിരഞ്ഞെടുക്കുന്ന മോഡലെങ്കിലും ചില കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യാം. ഏതൊക്കെ ഒമിറ്റ് ചെയ്യാം എന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് എഴുതാണ്. നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കോളാം. ഒമിഷൻ എന്തൊക്കെ അവോയ്ഡ് ചെയ്യാം? അവോയ്ഡ് എന്തൊക്കെ? കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, കൊളോക്കിയലായിട്ട് പറയുന്ന, അതായത് ജനറലി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത്ര പ്രാധാന്യമില്ലാത്ത ട്രിവിയലായിട്ടുള്ള കാര്യങ്ങൾ. എക്സാമ്പിളുകളൊക്കെ ഒഴിവാക്കാം. ഇല്ലസ്ട്രേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാം. അപ്പോൾ കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, എക്സാമ്പിളുകൾ, ഇല്ലസ്ട്രേഷൻസ് അങ്ങനെയുള്ളതൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ചിലായിരിക്കണം എഴുതേണ്ടത്. എസ്പെഷ്യലി അതിലേതെങ്കിലും കോട്ടുകളൊക്കെ പറയുന്നുണ്ട്, ഒരാൾ പറഞ്ഞതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോസ്ട്രോഫി ഇട്ടിട്ടായിരിക്കും ഡയറക്റ്റ് സ്പീച്ചിലായിരിക്കും പറയുക. അത് നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധിക്കുമ്പോൾ ഹി, ഷീ, ദേ എന്നൊക്കെ പറഞ്ഞ ജനറൽ പ്രോനൗണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത പേര് തന്നെ എഴുതാൻ പറ്റുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം, നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് എഴുതുകയാണ്. ഡു നോട്ട് ആഡ് എനിത്തിങ്. ആഡ് ചെയ്യാൻ പാടില്ല, നമ്മളുടെ കയ്യിൽ നിന്നിട്ടൊന്നും എഴുതാൻ പാടില്ല, അതിലെ ഫാക്റ്റുകൾ കറക്റ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സ്വന്തം കമൻറ്റുകൾ അതിലേക്ക് ആഡ് ചെയ്യാനും പാടില്ല. നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ, അതിലെന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ അഭിപ്രായമായിട്ട് പുതിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ള ഫാക്റ്റുകളെ കറക്റ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. അതിലെന്ത് പറയുന്നോ അതിനെ നമ്മൾ ചുരുക്കി എഴുതുക, അത്രമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ മൂന്നാമതൊരു സ്റ്റേജ് കൂടിയുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റേജ് റീഡിങ് എന്താണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കൽ എന്താണെന്ന് പറഞ്ഞു, മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേജ് ഉണ്ട്, പലരും ചെയ്യാറില്ലാത്തതാണ്, മെയിനായിട്ട് സമയക്കുറവാണ് എല്ലാവരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. റിവ്യൂ. നിങ്ങൾ ആ എഴുതിയ ഡ്രാഫ്റ്റ് ഒരിക്കൽ കൂടി ഓടിച്ചെന്ന് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഓർഗാനിക് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക, അത് കംപ്ലീറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാം തമ്മിൽ ഓരോ വാക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ആ കാര്യം പറഞ്ഞ ശേഷം ഇതിനെ ഫോളോ ചെയ്ത് അത്, അങ്ങനെ ലാസ്റ്റിലൊരു കൺക്ലൂഷൻ ആ ഒരു ഓർഡറിൽ വരുന്നുണ്ടോ. ഇതിനൊന്നും അധികം സമയം എടുക്കേണ്ട ആവശ്യമില്ല, സമയം എടുക്കില്ല. നിങ്ങൾ ആ രത്നചുരുക്കം അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കംപ്ലീറ്റ്ലി ഒരു ആൻസർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക, എല്ലാം ഓക്കെ അല്ലേ. അപ്പോൾ പിന്നെ ലാസ്റ്റ് സ്റ്റേജാണ് എടുത്ത് എഴുതുക. അത്ര മാത്രമേ ലാസ്റ്റ് സ്റ്റേജ് വരുന്നുള്ളൂ. നിങ്ങളുടെ പണിയെല്ലാം ഇവിടെ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ചു. അതേസമയം ആദ്യമേ എടുത്ത് ഈ സ്റ്റേജുകളിലൂടെ ഒന്നും കടന്നു പോകാതെ നേരിട്ട് അതിൽ നിന്ന് ചില വാക്കുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, ചില സെൻറ്റൻസുകൾ കട്ട് ചെയ്ത് കളഞ്ഞ് ആൻസർ എഴുതാൻ ശ്രമിക്കുന്നവർക്ക് എന്ത് പറ്റും? മൊത്തം ഒരു പുകയായിരിക്കും. ആ പുകയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും നല്ല ആൻസർ കിട്ടാൻ പോകുന്നില്ല. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ പോലെ തട്ടിക്കൂട്ടി കുറേയൊക്കെ ഒഴിവാക്കി എടുത്തു കളഞ്ഞു, ഇത് വേണ്ട അത് വേണ്ട അല്ലേ, ലാസ്റ്റിൽ എഴുതി വന്നപ്പോൾ സ്ഥലവും തികയുന്നില്ല, എന്നാൽ അവിടെ വെച്ച് നിർത്താം, ലാസ്റ്റിലൊന്നുമില്ല, കൺക്ലൂഷനൊന്നും ആഡ് ചെയ്തില്ല, കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചേർത്തില്ല, നല്ലൊരു ടൈറ്റിൽ ഉണ്ടാക്കിയില്ല. ഇതെല്ലാം ഇങ്ങനെ ചെയ്തു നോക്കിയാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, ഇവിടെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഇത് ആക്ച്വലി നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ഇത്രയും സമയം എടുക്കില്ല. അതിനെ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കുറേ ക്വസ്റ്റ്യൻസ് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ സമയം കൂടുതൽ ഇമ്പ്രൂവ് ആയി വരും. സമയം ഇല്ലാത്തവർക്കും പോട്ടെ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ നല്ലൊരു ആൻസർ കിട്ടും. സമയം ലാഭിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടരുത്. അപ്പോൾ സമയം മാത്രമേ ലാഭിക്കുകയുള്ളൂ, അവിടെ മാർക്ക് ലാഭിക്കാൻ സാധ്യതയില്ല, മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ കുറച്ച് എഫർട്ട് ഇവിടെ ഈ ഒരു രീതിയിൽ എടുക്കാമെങ്കിൽ ഒരു 2-3 മിനിറ്റ് എക്സ്ട്രാ ആയാൽ പോലും നിങ്ങൾക്ക് അവിടെ സമയത്തേക്കാളേറെ മാർക്ക് ലാഭിക്കാൻ സാധിക്കും. 2-3 മാർക്ക് കൂടുതൽ ലഭിക്കും. പിന്നെ ഈ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രത്യേകത എന്താ? എസ് എഴുതുന്നോ പ്രസ് എഴുതുന്നോ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഒബ്ജക്റ്റീവ് പോലെയല്ല. ഒബ്ജക്റ്റീവിന് ഒറ്റ ആൻസറേ ഉള്ളൂ, അതേസമയം ഡിസ്ക്രിപ്റ്റീവിന് അങ്ങനെയല്ല.
കറക്റ്റ് ഇൻകറക്റ്റ് എന്നൊരു രീതിയല്ല ഉള്ളത്. ഒരു കറക്റ്റ് ആൻസർ ഇങ്ങനെയാവാം അങ്ങനെയാവാം അല്ലേ. ചിലതിന് 5 മാർക്ക് കിട്ടും, ചില അതേ ക്വസ്റ്റ്യൻ എഴുതി വേറൊരാൾക്ക് ചിലപ്പോൾ 6 മാർക്ക് കിട്ടും. രണ്ടും കറക്റ്റാണ്, പക്ഷേ എഴുതിയ രീതിയിലോ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ. അതുകൊണ്ട് എത്രയും നന്നാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അവിടെ ആൻസർ കൂടുതൽ മാർക്കാണ് ലഭിക്കുക. അതേസമയം ഒബ്ജക്റ്റീവിന് ആൻസർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻസറേ ഉള്ളൂ, അതിന് ഒരേ മാർക്കുമാണ്. അതുകൊണ്ട് ഇത് നന്നാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതായാലും എസ് എ ആയാലും ഇതേ രീതി തന്നെ ഫോളോ ചെയ്യുക. ഡ്രാഫ്റ്റ് വായിക്കലും പ്രസിക്ക് വായിക്കൽ, കോംപ്രിഹെൻഷനായാലും വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ രീതിയിൽ തന്നെ വായിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എസ് എ റൈറ്റിങ്ങിന് ഈ രണ്ടാമത്തെ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസി പോലെ തന്നെ ഡ്രാഫ്റ്റ് തയ്യാറാക്കൽ, ആ ഡ്രാഫ്റ്റിനെ ബേസ് ചെയ്ത് എഴുതുക. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ചിന്തിച്ചിരുന്ന് എഴുതേണ്ട ആവശ്യമില്ല. ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ വരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലെങ്തി ആയി പോയെങ്കിലും നിങ്ങൾക്ക് ഭാവിയിലൊക്കെ വളരെ പ്രയോജനം ചെയ്യും. എല്ലാ പരീക്ഷകൾക്കും ഡിസ്ക്രിപ്റ്റീവ് ഏത് പരീക്ഷ വന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക, വീഡിയോ ഒരിക്കൽ കൂടി കണ്ടു നോക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ നന്നായിട്ട് ആൻസർ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ ആയാലും അതുപോലെ വരുന്ന ഭാവിയിലെ എല്ലാ പരീക്ഷകളും നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം. കേരള PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, അൺഅക്കാഡമിയിൽ അതിനായി സൗജന്യ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ്. കുറഞ്ഞ കാലം കൊണ്ട് സിലബസ് മുഴുവൻ വളരെ എഫക്റ്റീവായി കവർ ചെയ്യാനും പഠിച്ചവ പരിശോധിക്കാൻ ദിവസേന ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുവാനും അൺഅക്കാഡമിയിലൂടെ കഴിയും. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലൂടെ അവരുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനും കഴിയുന്നു. അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം നൽകുന്ന ബാച്ച് കോഴ്സുകളാണ്. ഓരോ പരീക്ഷകൾക്കും അതാത് സിലബസ് അനുസൃതമായി തയ്യാറാക്കിയ ബാച്ച് കോഴ്സുകൾ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കും. മാറിയ PSC പാറ്റേൺ അനുസരിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതികൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി സൗജന്യമായി രജിസ്റ്റർ ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കേരള PSC സെലക്ട് ചെയ്യാൻ മറക്കേണ്ട. ഇനി എഡ്യൂട്രസ് 10 എന്ന അൺലോക്ക് കോഡ് ഉപയോഗിച്ച് സൗജന്യ ലൈവ് ക്ലാസുകൾ കണ്ടു തുടങ്ങാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.